ബംഗാൾ, തമിഴ്നാട്, കേരളം എന്നീ 3 സുപ്രധാന സംസ്ഥാനങ്ങളിൽ ഭരണമാറ്റത്തിന്റെ അലയൊലികൾ. DMKയുടെ അപ്രതീക്ഷിതമായ പരാജയത്തോടെ തമിഴ്നാട് രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ ഞെട്ടലിൽ അകപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലും ബംഗാളിലും ഭരണകക്ഷികൾ കടുത്ത വെല്ലുവിളി നേരിടുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വീഴ്ച തികച്ചും പ്രവചനാതീതമായിരുന്നു. കേരളത്തിലേറെ പ്രതീക്ഷയോടെയാണ് ഇരുമുന്നണികളും മത്സരിച്ചത്. നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന് LDF പ്രതീക്ഷിച്ചെങ്കിലും എല്ലാം തകിടം മറിയുന്നതായിരുന്നു ഫലം. നിലവിൽ 102 സീറ്റിനടുത്ത് UDF നേടിയപ്പോൾ വെറും 35 സീറ്റ് എന്ന നിലയിലേക്കാണ് ഇടത് മാറ്റി നിർത്തപ്പെട്ടത്. മന്ത്രിമാരടക്കം പ്രമുഖ നേതാക്കൾക്കും കേരളത്തിൽ പാടെ കാലിടറി. കണ്ണൂറും കോഴിക്കോടും കൊല്ലവും അടക്കമുള്ള ഇടതിന്റെ ശക്തിദുർഗങ്ങളിൽ UDFന്റെ കടന്നുകയറ്റത്തിന് കേരള രാഷ്ട്രീയം സാക്ഷിയായ കാഴ്ചയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ CPIM-നോട് ഇടഞ്ഞ് എതിർചേരിയിലെത്തിയ വിമതരുടെ വിജയവും LDFന് തിരിച്ചടിയായെന്ന് കരുതപ്പെടുന്നു. ബംഗാളിൽ 1.5 പതിറ്റാണ്ട് നീളുന്ന തൃണമൂൽ ഭരണത്തിനാണ് അവസാനമായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ പടിപടിയായി ഉയർന്ന BJP കേവല ഭൂരിപക്ഷം കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത്. SIR ഉൾപ്പെടെ വലിയ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായിരുന്നു ബംഗാളിലെ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇക്കുറി ബംഗാളിൽ ന്യൂനപക്ഷ വോട്ടുകൾ TMCയെയും രക്ഷിച്ചില്ല എന്നതാണ് വസ്തുത. 15 വർഷത്തെ ഭരണത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ തകർച്ചയാണ് നേരിടുന്നത്. നിലവിൽ 88 സീറ്റുകളിൽ മാത്രമാണ് TMCക്ക് ലഭിച്ചത്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഇത്തവണയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ചരിത്രപരമായി ഈ ഭരണമാറ്റം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് സംഘർഷ സാധ്യത ഒഴിവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിജയ റാലികൾക്ക് സംസ്ഥാനത്തുടനീളം വിലക്ക് ഏർപ്പെടുത്തിയതായി സ്പെഷ്യൽ ഒബ്സർവർ സുബ്രത ഗുപ്ത അറിയിച്ചു.